പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ പുസ്തകമൊക്കെ ഈ മരിച്ച കുട്ടികളുടെയിലാണ് എൻ്റെ പുസ്തകങ്ങളൊക്കെ. ഇപ്പോൾ ഈ പുസ്തകങ്ങളോ? ഇത് അവൻ്റെയാണ്. ഇത് ഈ ബോർഡ് റിദ ഫാത്തിമാൻ്റെയാണ്, കൊട നിദാൻ്റെയും. അജ്നക്ക് ഓർമ്മകളായിട്ട് ഈ കുടയും അതുപോലെ തന്നെ ഈ എക്സാം ബോർഡും നൽകുമ്പോൾ അജിന് അറിയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട 4 കൂട്ടുകാരികളും എന്നേക്കുമായിട്ട് എന്നിൽ നിന്ന് യാത്രയാവുകയാണെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ കരിമ്പയിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഒരു ലോറി ഓടിക്കയറി അതിൽ 4 വിദ്യാർത്ഥികൾ മരിച്ച വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്. ഇന്ന് കണ്ണിറയെ സങ്കടത്തോടു കൂടി മനസ്സ് വിങ്ങി നമ്മളെല്ലാവരും ആ കുട്ടികളുടെ യാത്രയപ്പെല്ലാം കണ്ടതാണ്. ആ 4 പ്രിയപ്പെട്ട മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സന്തോഷത്തോടു കൂടിയിട്ട് പലതും സംസാരിച്ച് കുശലം പറഞ്ഞ് സ്നേഹം പങ്കിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ മക്കൾക്ക് അറിയുന്നില്ല, ഞങ്ങൾ ഈ നടന്നു പോയ വഴിയിലൂടെ നാളെ തിരിച്ചു വരുന്നത് ഞങ്ങളുടെ ജീവനില്ലാത്ത ശരീരമാകുമെന്നുള്ളത്. അതും ആ സ്കൂളിലെ കൂട്ടുകാരികൾക്കും പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും വായ്ത്തോരാതെ സംസാരിക്കുവാനുള്ളത് അവരുടെ സ്നേഹങ്ങളും ആ സ്കൂളിലെ അവരുടെ മികവുകളുമാണ്. മിടുക്കികളായിരുന്നു, പല കലാപരിപാടിയിലും സജീവമായി പങ്കെടുക്കുന്നവരായിരുന്നു. ഈ മരണപ്പെട്ട ഇർഫാന എന്ന് പറയുന്ന കുട്ടിയുടെ ഉമ്മ സത്യത്തിൽ അവളോട് പറഞ്ഞു, സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവിടെ നിൽക്കുക, എന്തോ ഡോക്ടറെ എന്തോ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നുള്ളത്. പക്ഷേ കൂട്ടുകാരികളോടുള്ള സ്നേഹം കൊണ്ട് അവിടെ നിൽക്കാതെ ഉമ്മ വരുന്ന സ്ഥലത്തേക്ക് നടന്നു വന്ന് പിന്നെ അത്രയും ദൂരം നടന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഉമ്മയുടെ കൂടെ നടക്കാമെന്നാണ് അത്ര കുട്ടി തീരുമാനിച്ചിരുന്നത്. ഈ ഒരു സഹോദരന്റെ വാക്കൊന്ന് കേട്ടു നോക്കൂ. അറ്റാച്ച്മെന്റിന്റെ പേരിൽ കുറച്ചും കൂടി മുന്നിക്ക് വന്ന് അവിടെ വന്ന് ഉമ്മാന്റെ കൂടെ അങ്ങോട്ട് അനുഗമിച്ച് വരാന്ന് കൊണ്ടാണ് കുട്ടി കൂട്ടുകാരോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങോട്ട് ഒരു 10 മീറ്റർ മൂവ് ചെയ്യാണ്. ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആണെങ്കിൽ ഉമ്മ ചിലപ്പോൾ മുന്നേ എത്തിയാൽ തന്നെ കുട്ടി ഒന്ന് കഴിച്ചലാവും. ഇത്രയും സ്നേഹം പങ്കുവച്ചിരുന്ന ആത്മമിത്രങ്ങളായ നല്ല കൂട്ടുകാരായിരുന്നു. പക്ഷെ പടച്ച റബ്ബിന്റെ വിധി അവരെ സ്വർഗത്തിലേക്ക് ഒരു പിടി നേരത്തെ കൊണ്ടുപോയി എന്നുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം ആ കുരുന്നുകൾക്ക് സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന പറവകളായിട്ട് ഉന്നത സ്ഥാനം അല്ലാഹു നൽകട്ടെ. അതിനപ്പുറം ആ മക്കളുടെ മാതാപിതാക്കളുടെ കുടുംബങ്ങളുടെ അവസ്ഥ മറവിയല്ലാതെ മറ്റ് ഒരു പിന്നെ മാർഗവും അതിൻ്റെ മുന്നിൽ അവർക്കില്ല. കാരണം സ്കൂള് വിട്ടു വരുന്ന മക്കളെ കാത്തിരിക്കുന്ന ആ പ്രിയപ്പെട്ട മാതാപിതാക്കളിലേക്ക് എത്തിയ വാർത്ത വളരെയധികം സങ്കടപ്പെടുത്തുന്നതാണ്. നമുക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ എത്രമാത്രം സങ്കടം വരുന്നുണ്ട്. അപ്പൊ അത്രയും മികവുറ്റ വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ പുഞ്ചിരിച്ച് മാതാപിതാക്കളോട് പെരുമാറുന്ന കൂട്ടുകാരികളോട് പെരുമാറുന്ന കുട്ടികളായിരുന്നു. പ്രിയപ്പെട്ട ഐഷയുടെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. നല്ല മനോഹരമായിട്ട് ഒപ്പനയൊക്കെ കളിച്ചിട്ട് ഒരുപാട് മേഖലയിലൂടെ കഴിവ് തെളിയിച്ച കുട്ടിയായിരുന്നു ഐഷ എന്ന് പറയുന്നത്. അവിടെ ആ പുഞ്ചിരി പോലെ തന്നെ. കലോത്സവ വേദിയിൽ മണവാട്ടിയായി ഇനി ഐഷമോൾ വരില്ല. കലോത്സവ വേദികളിലൊക്കെ മണവാട്ടിയായി, പക്ഷേ ഇന്ന് ആ ഐഷയും ഇനി മണവാട്ടിയാകാൻ ആ സ്കൂളിലില്ല. ആ മണവാട്ടിയായിട്ട് ഒരുങ്ങി ഇരുന്ന് മാതാപിതാക്കൾക്ക് കാണാൻ ജീവിതത്തിലുമില്ല അല്ലേ? എന്താണ് നമുക്ക് ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സംഭവം കാണുമ്പോൾ വല്ലാതെ ഞാനിതിനെക്കുറിച്ച് വാർത്ത ചെയ്യണില്ല എന്ന് വിചാരിച്ചതായിരുന്നു. അത്രയും സങ്കടം തോന്നിയിരുന്നു ആ മക്കളുടെ ആ ഒരു മറമാടുന്ന ചടങ്ങൊക്കെ കണ്ടപ്പോൾ. പക്ഷെ ഒരു പ്രാർത്ഥന ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരുടെയെങ്കിലും ഒരു ആമീൻ ആ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ അത് ഹൈറാവട്ടെ എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് ഈ വീഡിയോക്ക് പിറകിലുള്ളത്. നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതണം. അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്ക് നല്ല രീതിയിൽ മറവി കിട്ടിയിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം നേരെ മുന്നിൽ ഈ കാഴ്ചയൊക്കെ കണ്ട ഉമ്മയുടെയും ഉപ്പയുടെ ഒക്കെ അവസ്ഥ, ഏതോ ഇർഫാൻ എന്ന് പറയുന്ന കുട്ടിയുടെ തോന്നുന്നുണ്ട് ഉമ്മയുടെ ഉപ്പയുടെ ഒക്കെ അവസ്ഥ. അതുപോലെ തന്നെ ഇതിലുള്ള ഒരു കുട്ടിയുടെ ഉപ്പ വളരെ സന്തോഷത്തോടു കൂടി മകളുമായി കൂട്ടുകൂടാൻ വേണ്ടി ഗൾഫിൽ നിന്ന് അടുത്ത ദിവസം വന്നതായിരുന്നു. പക്ഷേ ആ പ്രിയപ്പെട്ട മകളുടെ ചേതനയറ്റ ശരീരമാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഒരുപാട് അസ്വസ്ഥതയുള്ള അല്ലെങ്കിൽ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന അവസ്ഥയാണ് ഈ ഒരു മരണത്തിലൂടെ, ഈ 4 കൂട്ടുകാരികൾ വിട പറഞ്ഞതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ജീവിതത്തിൽ അവർ ഒരുമിച്ചായിരുന്നു, പല ക്ലാസ്സിലല്ല ഒരു ക്ലാസ്സിൽ തന്നെ അവർ എന്തോ സമ്മാനമൊക്കെ ഒന്നിച്ച് മേടിക്കുന്ന ഫോട്ടോകളുണ്ട്, ഏത് മത്സരത്തിലും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോകൾ. അതുപോലെ തന്നെ അവരെപ്പോഴും അത്രേ സ്നേഹത്തോടു കൂടി ഒരിക്കലും വേർപിരിയാത്ത കൂട്ടുകാരായിരുന്നു. അതുകൊണ്ടായിരിക്കാം പടച്ച റബ്ബ് അവർ ഒരുമിച്ച് കൊണ്ടുപോയത്. ഒരു പള്ളിക്കാട്ടിൽ അടുത്തടുത്ത് അവർക്ക് കിടക്കാനുള്ളൊരു അവസരവും റബ്ബ് കൊടുത്തത്.
അത് നമുക്ക് ആ ഒരു രീതിയിൽ കാണാൻ പറ്റുന്നുവെങ്കിലും ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ ആ മക്കൾ. ഒരുപാട് സ്വപ്നങ്ങൾ ആ മക്കൾക്കുണ്ട്, ഉന്നതമായ സ്ഥാനങ്ങളെ കുറിച്ചിട്ട്. അവരുടെ ജീവിതം എവിടെയെങ്കിലൊക്കെ കൊണ്ടെത്തിക്കണം, തൻ്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം, അതിനപ്പുറം ഈ നാടിന് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള മക്കളായിരുന്നു. പക്ഷേ പടച്ച റബ്ബിൻ്റെ തീരുമാനം മറ്റൊന്നാണ്. കാരണം ഒരിക്കൽ പോലും ആ മക്കൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നാളെ പരീക്ഷ ഹാളിലേക്ക് വരാൻ പറ്റാതെ ആ സ്കൂളിലുള്ള മുഴുവൻ കൂട്ടുകാരികളും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ കണ്ണിറയെ കണ്ണീരൊലിപ്പിച്ച് കാണുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നൊരിക്കലും ആ മക്കൾ അറിയുന്നില്ല, അല്ലെങ്കിൽ കരുതിയിട്ട് പോലും ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ വിധി. എപ്പോൾ എങ്ങനെ വരുമെന്നൊന്നും പറയാൻ കഴിയില്ല. എന്താണെങ്കിലും ഈ വാർത്തയോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയോടുകൂടി കൂട്ടിച്ചേർക്കുവാനുള്ളത്, നമ്മളൊക്കെ ഡ്രൈവിംഗ് ചെയ്യുന്നവരാണ്, വണ്ടി ഓടിക്കുന്നവരാണ്. നമ്മളുടെ അശ്രദ്ധ കാരണമായിട്ട് ഒരാളുടെയും ജീവൻ പൊലിഞ്ഞു പോകരുതേ എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മളിൽ വേണം. അതായത് പലപ്പോഴും പല ആളുകൾ റോട്ടിലേക്ക് കയറിയിട്ട് ഈ വാഹനത്തിന്റെ സ്പീഡും കാര്യങ്ങളും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ് യാത്രകളൊക്കെ നടത്തുന്നത്. നമുക്ക് കാണാനറിയാം. അതൊക്കെ നമ്മളൊരു നിമിഷം, നമ്മുടെയൊക്കെ വീട്ടിൽ ഉമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, മക്കളുണ്ട്, ഉപ്പുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവർക്കൊക്കെ മറ്റൊരു ഭാഗത്ത് നിന്നും ഇതുപോലെ അപകടങ്ങൾ വരാതിരിക്കാൻ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ്. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും മറ്റൊരു കുടുംബത്തിന്റെ ജീവൻ നഷ്ടമാകരുതേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളൊക്കെ മനസ്സിലിരുത്തണം. നമുക്കൊക്കെ തിരക്കുള്ള ആളുകളാണ്, പല രീതിയിൽ തിരക്കുള്ള ആളുകളാണ്. പക്ഷേ മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കരുത് നമ്മുടെ തിരക്കുകൾ എന്നുകൂടി ഈ വീഡിയോയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. കാരണം ഒന്നും അറിയാതെ നടന്നു പോകുന്ന പാവപ്പെട്ട മക്കളാണ് ഇന്ന് ഈ ലോകത്തിനോട് വിട പറഞ്ഞിരിക്കുന്നത്. അവിടെ കൂടി നിന്ന് അവരുടെ കൂട്ടുകാരികൾ വന്നിട്ട് വിളിക്കുന്ന, അതൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ. ഇനി എണിക്ക്, രിത എണിക്ക്, അല്ലെങ്കിൽ ഐഷ എണിക്ക്, ഞങ്ങൾ വന്ന് വിളിക്കുന്നുണ്ടല്ലോ, നീ എന്താ എണിക്കാത്തത്, ഞങ്ങൾ വിളിച്ചിട്ട് പോലും നീ എണിക്കാത്തത് എന്താ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പ്രിയപ്പെട്ട ആ കൂട്ടുകാരികളൊക്കെ സങ്കടപ്പെട്ടിരുന്നത്. മാതാപിതാക്കൾ അവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് പോലും ഇല്ല, ഞങ്ങൾ വരില്ല, ഞങ്ങളെ കൂടെ ഇവരുണ്ടെങ്കിലേ വരുള്ളൂ എന്നൊക്കെ അത്രയും ആത്മാർത്ഥത, സ്നേഹം അല്ലെങ്കിൽ നിഷ്കളങ്കത പങ്കിട്ടവരായിരുന്നു അവരെല്ലാവരും. മറ്റുള്ളവരുമായിട്ടും അധ്യാപകരുമായിട്ടും ടീച്ചേഴ്സൊക്കെ വല്ലാതെ സങ്കടപ്പെടുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇനി ഇതുപോലുള്ളത് നമ്മുടെ കയ്യബദ്ധം കൊണ്ട് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പടച്ച റബ്ബിന്റെ വിധി നമുക്ക് തടുക്കാൻ കഴിയില്ല, ഒരിക്കലും തടുക്കാൻ കഴിയില്ല. പക്ഷെ നമുക്കുണ്ടല്ലോ, ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, ഇങ്ങനെ ഒരു അപകടം വരില്ലായിരുന്നേനെ എന്നൊരു തോന്നല്. ആ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളൊക്കെ ഉറപ്പിക്കണം. പടച്ച റബ്ബ് അതിനുള്ള ബുദ്ധിയും തൻ്റെ ഇടവും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട പിന്നെ ഈ ഒരു അപകടത്തിൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള നിത ഫാത്തിം, ആയിഷ, അങ്ങനെ ഉള്ള റുഫാന, ഇവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ സ്വർഗത്തിലെ മണവാട്ടിമാരായിട്ടും ഉന്നത ജോലിക്കാരായിട്ടും ഒക്കെ അവരുടെ ആഗ്രഹം അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കല്ലാതെ മാർഗമില്ല. അതുപോലെ തന്നെ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കൊക്കെ നല്ല ക്ഷമ റബ്ബ് നൽകട്ടെ, നല്ല ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വേറെ എന്തു പറയണം, എങ്ങനെ പറയണം എന്നറിയില്ല. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ആമീൻ എന്ന് പറയുന്നതോടുകൂടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടൊരു ഫാത്തിഹ സൂറത്ത് ഹദിയ ചെയ്തുകൊണ്ട് അവർ ഒരു നന്മ നമ്മളിൽ നിന്ന് ഹദിയ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ടവരാണ്. ആ കുടുംബത്തിന് തണലായിട്ട് നമ്മുടെ ഒക്കെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും നിഷ്കളങ്കരായ ആ മക്കൾ നാളെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. അള്ളാഹു അവരോട് കൂടെ നമ്മളെയും സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.